നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാത്യു. MCK വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമാനിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങുവാൻ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകും? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഏറ്റവും പുതിയ കോഫി ഷോപ്പായ മീവൂസ് കഫേയിൽ നമുക്ക് എത്ര രൂപ ചിലവായി എന്നാണ്. നമ്മൾ ഈ കട എടുത്തിടം തൊട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ കട ലഭിക്കുന്നത് ഒരു കാലിക്കടയായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഈ കടയെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ഈ കടയെ നമ്മൾ ആ കാലിക്കടയിൽ കുറച്ച് പാർട്ടീഷൻസ്, ഇതിന് മുൻപുള്ള കുറച്ച് പാർട്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ പാർട്ടീഷൻസ് എല്ലാം പൊളിച്ച് കളഞ്ഞ് അതിനെ ഒരു പ്ലെയിൻ ഷോപ്പായി എടുക്കുക എന്നായിരുന്നു. ആ പ്ലെയിൻ ഷോപ്പായി എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനെ 3 പാർട്ടായിട്ട് തിരിച്ച് മെയിൻ കിച്ചൺ, ജ്യൂസ് കൗണ്ടർ, ഡൈനിങ് ഏരിയ, അങ്ങനെ 3 ഏരിയയായിട്ട് തിരിച്ച് നമ്മൾ ആ ഷോപ്പിനെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് എത്ര രൂപ ഇതിനകത്ത് ചിലവായി എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായി ആ ഷോപ്പ് വാങ്ങിയത് ഇതിൻ്റെ പഴയ ഓണറിൽ നിന്ന് ഒരു നല്ലൊരു കാശ് കൊടുത്തിട്ടാണ്. ഇതിൻ്റെ എത്ര കാശ് ചിലവായി എന്നുള്ള ലിസ്റ്റ് ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുള്ളി പറഞ്ഞ പൈസ കൊടുത്ത് നമ്മൾ ആ ഷോപ്പ് വാങ്ങി. പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും റെഡിയാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഷോപ്പിന് ആവശ്യമായ രീതിയിലുള്ള സ്കെച്ചും പ്ലാനും നമ്മൾ റെഡിയാക്കി അത് വലതിയിൽ സബ്മിറ്റ് ചെയ്തു. 2 എഗ്രിമെൻറ്റിന് ബിൽഡിംഗ് ഓണറും നമ്മുടെ സ്പോൺസറുമായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അത് വലതിയിൽ സബ്മിറ്റ് ചെയ്തു. അത് വലതിയിൽ നിന്ന് ഇൻസ്പെക്ഷന് വന്നു. ആ സ്കെച്ചും പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ പണിഞ്ഞു എന്ന് കണ്ട് അവർ നമുക്ക് അപ്രൂവ് നൽകി. പിന്നെ നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് സ്റ്റീലിൻ്റെ വർക്കുണ്ടായിരുന്നു, കിച്ചൺ ഹുഡ് വർക്കുണ്ടായിരുന്നു, അലൂമിനിയം പാർട്ടീഷൻ വർക്കുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ വർക്കുണ്ടായിരുന്നു, പ്ലംബിംഗ് വർക്കുണ്ടായിരുന്നു, പിന്നെ AC, റൂഫ്, അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ 1 by 1 ആയിട്ട് ഓരോന്ന് പറയാം. നമ്മൾ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ മെയിൻ കിച്ചൺ റെഡിയാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മെയിൻ കിച്ചണിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന സാധനം കിച്ചൺ ഹുഡാണ്. കിച്ചൺ ഹുഡും ഇതിൻ്റെ ഗ്യാസിൻ്റെ കണക്ഷനും ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് രീതിയിൽ ആ കിച്ചണെ ഡിസൈൻ ചെയ്തെടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് കിച്ചൺ ഹുഡ് സെറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ കിച്ചൺ ഹുഡ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്യാസിൻ്റെ കുറച്ച് വർക്കുണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് വേണ്ടുന്ന ടേബിൾസ് അളവെടുത്തു. അതിൻ്റെ ആവശ്യമായ ടേബിൾസ് എല്ലാം വാങ്ങി. 2 സിങ്ക് ഉള്ളിൽ ആവശ്യമുണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ അത് മെയിൻ കിച്ചൺ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അലൂമിനിയം പാർട്ടീഷനായ ജ്യൂസ് കൗണ്ടറും കൂടെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇത് വേണം, പിന്നെ ജ്യൂസ് അടിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളൊരു അലൂമിനിയം പാർട്ടീഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ജ്യൂസ് കൗണ്ടർ ടേബിൾ വാങ്ങി. പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഡൈനിങ് ഏരിയയിൽ നമുക്ക് ടേബിൾ ആൻഡ് ചെയർസ് വേണം, അത് വാങ്ങി. പിന്നെ നമുക്ക് ഇത് എല്ലാം പ്രധാന ഈ മെയിൻ കിച്ചണിലും ജ്യൂസ് കൗണ്ടറിലും ഡൈനിങ് ഏരിയയിലും നമുക്ക് 3 AC സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏകദേശം ചിലവായി. പിന്നെ ഈ പ്രോസസ്സിന് ഇതൊരു ചെറിയ പ്രോസസ്സല്ല കേട്ടോ, പറയുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ ഈ പ്രോസസ്സിന് ഏകദേശം നമുക്കൊരു 4 മാസത്തോളം നമുക്ക് ടൈം ആയി. ഈ 4 മാസത്തെ റെൻറ്റും നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും റെൻറ്റ്, നമ്മുടെ കിച്ചൺ വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം കൂടി ചേർത്ത് നമുക്ക് 4200 റിയാൽ, നമ്മൾ ഏറ്റവും കുറച്ച് ചെയ്തിട്ടും 4200 റിയാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ ചിലവായിട്ടുണ്ട്. ഇനി വിസയുടെ പ്രോസസ്സ്, അത് എൻ്റെ പൈസ വേറെയാണ്. പിന്നെ ലൈസൻസ് എഗ്രിമെൻ്റ് എല്ലാം ഉൾപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4200 റിയാൽ ഏകദേശം 1400 റിയാൽ റെൻറ്റ് കൊടുത്തു പോയതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര രൂപയുണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങുവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെൻറ്റ് കുറവുള്ള ഒരു സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു 3000 റിയാലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പ് ആരംഭിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയോട് കൂടെ ചേർന്ന് തന്നെ ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.